ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചിപ്പിയൊക്കെ കാണുമ്പോൾ അറിയാലോ ഞങ്ങൾ എവിടെയാണുള്ളതെന്ന്. കന്യാകുമാരിയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, സുചീന്ദ്രം പോയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കന്യാകുമാരിയിലേക്കാണ് പോയതെന്ന്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഒരു 7 മണിയൊക്കെ ആയിട്ടോ. വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു മഴയൊക്കെ ചെറുതായിട്ട് ചാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചാറ്റൽ മഴയത്ത് ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം പനി എങ്ങാനും വന്നാലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ കുറച്ച് നേരം വണ്ടിയിൽ തന്നെ ഇരുന്നപ്പോൾ അത് കുറച്ച് മഴ കൂടുതലായി കേട്ടോ. അത് അപ്പോഴാണ് വിചാരിച്ചു ഇറങ്ങാതിരുന്ന എന്തായാലും ഭാഗ്യം, അല്ലെങ്കിൽ മഴ മൊത്തം നനയേണ്ടി വന്നേനെന്ന്. അങ്ങനെ മഴ കുറച്ച് കുറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ കന്യാകുമാരിയിലോട്ട് പോവാണ് കേട്ടോ. ബീച്ച് കാണാൻ വേണ്ടി പോവാണ്. ഒടുക്കത്തെ കാറ്റായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം ഈ മഴയും കൂടെയൊക്കെ പെയ്തപ്പോൾ ഭയങ്കര മഴ വരുന്നതിന് മുമ്പേ തന്നെ നല്ല കാറ്റായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി തന്നെ ഇരുന്നത്. മഴ കഴിഞ്ഞിട്ടും നമുക്ക് ഇറങ്ങി നടക്കാവുന്ന ഒരു സ്ഥിതിയായിട്ടും പക്ഷേ കാറ്റിനൊരു കുറവുണ്ടായിരുന്നില്ല, ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. വൈകുന്നേരം മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു കന്യാകുമാരിയിൽ. മുമ്പ് പോയിട്ടുള്ളപ്പോഴും ഈ സമയത്തൊക്കെ നല്ല കാറ്റായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു. പക്ഷേ കാറ്റുണ്ടെങ്കിലും അടിപൊളി തന്നെയായിരുന്നു. കാരണം ആ ഒരു തണുപ്പം, ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. നമ്മൾ ഈ കൊടൈക്കനാലിലേക്ക് പോകുന്ന ഒരു ഇതായിരുന്നു. വെറുതെ ഒരു ഇതാണെങ്കിൽ 7 മണിയൊക്കെ ആകുമ്പോൾ അത്ര ഒരു രസം ഉണ്ടായിരുന്നില്ല. ഭയങ്കര കാറ്റും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ സുചീന്ദ്രൻ പോയത് ഞങ്ങൾ പൊങ്കലിൻ്റെ അന്നാണെന്ന്. അപ്പോൾ തമിഴ്നാട്ടിലെ വലിയ വിശേഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കന്യാകുമാരിയിലും പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. തമിഴിലുള്ള ആൾക്കാർ മാത്രമല്ല, തമിഴ്നാട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല, അല്ലാതെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ലൈറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ അവർക്ക് കരിക്കൊക്കെ വേണമെന്ന് പറഞ്ഞാൽ കരിക്ക് വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ അധികം ഒന്നും നിൽക്കാൻ പോയില്ല, കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് വീണ്ടും ട്രിവാൻഡ്രത്ത് വരണമല്ലോ. 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറിനകത്ത് വീണ്ടും യാത്രയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട്, മാക്സിമം 1.5 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്കിട്ട് തിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ട്രിവാൻഡ്രത്തു നിന്ന് പെട്ടെന്നൊക്കെ ഒരു യാത്ര പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു 2 മണിക്കൂറൊക്കെ യാത്ര നോക്കുന്നവർക്കൊന്ന് പോയിട്ട് രാവിലെയൊക്കെ പോയിട്ട് വൈകിട്ട് തന്നെ, അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ തിരിച്ചു വരാം. അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിലും ഞങ്ങൾ 7 മണിക്കല്ലേ എത്തിയത്. 8 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 10 മണിയായപ്പോൾ തിരിച്ചെത്തുകയും ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ പെട്ടെന്നൊരു പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ കന്യാകുമാരി. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം വയ്ക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. നിങ്ങളെ ഇനി കൂടുതലും ബോറടിപ്പിക്കുന്നില്ല. ഞാൻ കുറച്ച് വീഡിയോ ആയിട്ട് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് പോയത് മൂന്നാറായിരുന്നു. അതിൻ്റെ വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവർക്കും ടാറ്റാ ബൈ.